Hi friends, today we are going to discuss our new poem, Poetry, written by Pablo Neruda. ഒരു കവിയായി തീരണമെന്ന് അതിയായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. ചില ആളുകളിലുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു എഴുതണം അല്ലെങ്കിൽ എഴുതി കൊണ്ടേയിരിക്കണം ഇങ്ങനെയുള്ള പല പല ചിന്തകളും പല ആളുകളിലും ഉണ്ടാവും അല്ലെ. അതുപോലെ ഒരു കവിയായി തീരണമെന്ന് അതിയായി ആഗ്രഹിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ കവിത തന്നെ തേടി വരികയും ആ ഒരു സർഗാത്മകത കൈവരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അതിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. ആ ഒരു അനുഭവമാണ് ഈ കവിതയിലൂടെ ഈ നമ്മുടെ റൈറ്റർ നമ്മോട് പങ്കുവെക്കുന്നത്. നോക്കാം, കവിത തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം. വെൻ ഡസ് എ പോയിറ്റ് ഫീൽ ദ ഏർജ് ടു റൈറ്റ് അല്ലെ. എപ്പോഴാണ് നമ്മുടെ റൈറ്റർക്ക് ഈ കവിത എഴുതാനുള്ള ഒരു ഏർജ് വന്നത് അല്ലെങ്കിൽ ഒരു ത്വര വന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെ, എപ്പോഴാണ് ആ ഒരു ഫീലിംഗ് വന്നത്? Where do poets get inspiration from? എവിടെ നിന്നാണ് പോയിറ്റിന് അതിനുള്ള ഒരു പ്രചോദനം ലഭിച്ചത്? In this poem, the poet shares his experience of being embraced by creativity and finding his own passion and calling. അല്ലെ, ഈ ഒരു കവിതയിൽ പോയിറ്റ് നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മോട് പങ്കുവെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ. ആ കവിത അദ്ദേഹം കൈവരിക്കുകയും കവിത എഴുതാനുള്ള ഒരു സർഗാത്മക അദ്ദേഹത്തിനോട് കൈവരിക്കുകയും അത് അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു, അദ്ദേഹത്തെ എവിടെ നിന്ന് വിളിച്ചു, ആ ഒരു പാഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം നമുക്ക് പങ്കുവെക്കുന്നത്. നൗ റീഡ് ദ പോം. നോക്കാം. പോയട്രി അല്ലെ. ഒരു പോമിന് ആദ്യമായിട്ടായിരിക്കും പോയട്രി എന്നുള്ള പേരിൽ നിങ്ങൾ കാണുന്നത് അല്ലെ, കവിത അല്ലെ. And Neftali Ricardo Reyes Basalto, who is popularly known as by his pen name Pablo Neruda. അല്ലെ, നമുക്കത് മതിയില്ല മക്കളെ, ഈ പെൻ നെയിം നോക്കാം അല്ലെ. ഒരു തവണയ്ക്ക് ഇത് വായിക്കുള്ളൂ, പിന്നീട് അത്രയും വലിയ പേരൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ പെൻ നെയിം മതി. പാബ്ലോ നെരൂഡ വാസ് എ ചിലിയൻ പോയറ്റ്. അദ്ദേഹം എന്താണ്, ഒരു ചിലിയൻ പോയറ്റ് ആണ്. ഡിപ്ലോമാറ്റ് ആൻഡ് ദ പൊളിറ്റീഷ്യൻസ് അല്ലെ. ഒരു ഡിപ്ലോമാറ്റ് ആണ്, ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ്. ഹി റോട്ട് ഇൻ വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് ആൻഡ് ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് സററിസ്റ്റ് പോംസ്. എന്താ സററിസ്റ്റ് പോംസ് എന്ന് പറഞ്ഞാൽ അതിഭാവനത്വം എന്നൊക്കെ പറയല്ലേ, വേറെ ലെവൽ ഭാവന അല്ലെ. നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങില്ല മക്കളെ, അങ്ങനത്തെ ലെവല്, നമ്മുടെ സാങ്കല്പികത്തിനും അപ്പുറമുള്ള ലെവലിലോട്ടുള്ള ഭാവന, അതാണ് അതിഭാവനത്വം എന്നൊക്കെ പറയുന്നത്. ഹിസ്റ്റോറിക്കൽ എപ്പിക്സ് അല്ലെ, ചരിത്രപരമായിട്ടുള്ള റൈറ്റിങ്സ്. ദെൻ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള റൈറ്റിങ്സ്. ആൻഡ് പ്രോസ് ഓട്ടോഗ്രാഫി, ഇങ്ങനെയുള്ള റൈറ്റിങ്സ്, വെറൈറ്റി ഓഫ് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഹി ഓഫൺ റോട്ട് ഇൻ ഗ്രീൻ ഇങ്ക്. അദ്ദേഹം പലപ്പോഴും എഴുതിയിരുന്നത് ഒരു ഗ്രീൻ ഇങ്ക് ആണ് കേട്ടോ, പച്ച കളർ പെൻ മഷി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. വിച്ച് വാസ് ഹിസ് പേഴ്സണൽ സിംബൽ ഫോർ ദ ഡിസയർ ആൻഡ് ഹോപ്പ് അല്ലെ. ആഗ്രഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം എപ്പോഴും പച്ച കളറിൽ ഉള്ള പേന കൊണ്ട് എഴുതിയിരുന്നത്. ക്ലിയർ? ഹി വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971 നോബൽ പ്രൈസ് ലിറ്ററേച്ചർ ലഭിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. പാബ്ലോ നെരൂഡ ചിലിയൻ പോയറ്റ് ആണ്, പൊളിറ്റീഷ്യൻ ആണ്, ഡിപ്ലോമാറ്റ് ആണെന്ന് അറിയണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ സററിസ്റ്റ് പോയം, ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, പ്രോസ് ഓട്ടോബയോഗ്രഫി ഉണ്ടാവാറുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ആയിട്ട് മറ്റൊരു കാര്യം, അദ്ദേഹം ഗ്രീൻ ഇങ്ക് ആണ് യൂസ് ചെയ്യുക. അത് എന്തിന്റെ സിമ്പിൾ ആയിട്ടാണ്? ഡിസയർ ആൻഡ് ഹോപ്പിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചതും എഴുതണം. ക്ലിയർ? നമുക്ക് പോം നോക്കാം. ഇതൊരു ഫ്രീ വേഴ്സ് ആണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് റൈമിങ് സ്കീം ഒന്നുമില്ല. ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒന്ന് എഴുതിയ കവിതയല്ല, ഫ്രീ വേഴ്സ് ആണ് കേട്ടോ, തോന്നിയ പോലെ എഴുതിയ ഒരു കവിതയാണ് കേട്ടോ. And it was at that age poetry arrived in search of me. I don't know where it came from winter or a river. I don't know how or when. Okay. And it was at that age, ആ ഒരു വയസ്സിൽ, ആ ഒരു ഏജിലായിരുന്നു. ഇതാണ് ആ ഏജ്. ഓക്കെ. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ഏജ്, ആ ഒരു ഏജിലായിരുന്നു, ആ കാലഘട്ടത്തിലായിരുന്നു. ഏത് കാലഘട്ടം? അദ്ദേഹം അതിയായി കവിത എഴുതാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന, ഒരു കവി ആവണമെന്ന് അതിയായി ആഗ്രഹിച്ച ആ ഒരു കാലഘട്ടത്തിൽ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. അപ്പൊ എന്താ സംഭവിച്ചത്? പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, പോയട്രി എന്നെ അന്വേഷിച്ചു കൊണ്ടുവന്നു അല്ലെ. ഇവിടെ പോയട്രി അദ്ദേഹം ഒരാളായിട്ടാണ് കാണുന്നത് അല്ലെ.
പോയം എഴുതണം, ഒരു പോയറ്റ് ആവണമെന്ന് അതിയായി ആഗ്രഹിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ പോയട്രി എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ അന്വേഷിച്ചു വരികയാണ്, അറൈവ്ഡ് ആണ്, അദ്ദേഹത്തെ തേടി വരികയാണ്. പോയട്രി അദ്ദേഹത്തെ തേടി വരികയാണ് അല്ലെ. ഒരു പോയട്രി ഇവിടെ ഒരു വ്യക്തിയായിട്ടാണ് അല്ലെ, കറക്റ്റ് ഒരു പേഴ്സണിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പോയട്രി അറൈവ്ഡ് എന്ന് പറയുമ്പോൾ then I don't know where it came from. എനിക്കറിയില്ല 2 തവണ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. റിപ്പീറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ സ്ട്രെസ് കൊടുക്കാണ്. എനിക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഫീലിങ്ങിന് അദ്ദേഹം ഒന്ന് സ്ട്രെസ് കൊടുക്കുകയാണ്. അത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. ആ പോയട്രി, ആ സർഗാത്മകത അല്ലെ, പോയം എഴുതാനുള്ള ആ കഴിവ് അദ്ദേഹത്തിന് എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഫ്രം വിന്റർ ഒരു റിവർ, മരവിച്ച് കിടക്കുന്ന വിന്റർ കാലഘട്ടത്തിൽ അല്ലെ, മരവിപ്പാണല്ലോ വിന്റർ എന്ന് പറഞ്ഞ, ആ ഒരു തണുപ്പിൽ നിന്നാണോ, ആ മഞ്ഞുകട്ടകളിൽ നിന്നാണോ, ഒരു റിവർ, ആ ഒഴുകുന്ന പുഴയിൽ നിന്നാണോ? I don't know how or when. എനിക്കറിയില്ല എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ അത് സംഭവിച്ചു, എങ്ങനെ അത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ലൊരു കോൺട്രാസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ. വിന്റർ റിവർ എന്ന് പറഞ്ഞാൽ നേരെ കോൺട്രാസ്റ്റ് ആണ് അല്ലെ. വിന്റർ എന്താണ്? തണുപ്പ് കാലം, മരവിച്ച് ഐസായിട്ട് കിടക്കുക, എല്ലാം മരവിച്ച് കിടക്കുക, ചെടികളാണെങ്കിലും കായ്കളാണെങ്കിലും ഫലങ്ങളാണെങ്കിലും ഒന്നുമില്ലാതെ മരവിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം. വിന്റർ എന്താണ്? ഫ്ലോ ആണ്, ഒഴുകുകയാണ് അല്ലെ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ചില്ലാണെങ്കിൽ ഒന്ന് ഒഴുകുകയാണ്, ഒന്ന് മരവിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഒഴുകാണ്. അപ്പൊ 2 കോൺട്രാസ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക്, ഈ കോൺട്രാസ്റ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോ ഇതിൽ പറയുന്നത് ആ ഒരു ഏജില് എന്ത് ചെയ്യൂ, പോയട്രി അദ്ദേഹത്തെ സെർച്ച് ചെയ്ത് അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല അത് എവിടെ നിന്ന് വന്നു, വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ, എവിടെ നിന്നാണ് പോയട്രി വന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇതിലുള്ള പേഴ്സണിഫിക്കേഷൻസ് ആണ് പോയട്രി അറൈവ്ഡ്. പോയട്രി ഇവിടെ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ ക്വാളിറ്റി മറ്റു വസ്തുക്കൾക്ക് കൊടുക്കുമ്പോൾ അതിന് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. പോയട്രി അറൈവ്ഡ്, പോയട്രി വരിക അല്ലെ. അപ്പൊ അത് പേഴ്സണിഫിക്കേഷൻ ആണ്. കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ആണ് വിന്ററും റിവറും കേട്ടോ. അതുപോലെ വിഷ്വൽ, നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള ഇമേജസ്, വിന്റർ റിവർ നമുക്ക് വിഷ്വൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഓഡിറ്ററി ഇമേജസ് നമുക്ക് കേൾക്കാൻ സാധിക്കും, പുഴയുടെ ആ ഒഴുക്ക് കേൾക്കാൻ സാധിക്കും. ടാക്ടൽ ഇമേജസ് ആണ്, വിന്ററിന്റെ ആ ഒരു തണുപ്പ് കാലത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ സാധിക്കും. The next lines. No, there were not voices, there were not words nor silence. അതെ, അത് എവിടെ നിന്ന് വന്നു എനിക്കറിയില്ല. പക്ഷെ there were not voices, അതിന് എന്തുണ്ടായിരുന്നില്ല, അത് ശബ്ദമായിട്ടല്ല വന്നത്, അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല, ശബ്ദമായിട്ടല്ല വന്നത്. There were not words, അതിന് വാക്കുകളില്ലായിരുന്നു അല്ലെ, അത് ഉച്ചരിക്കുന്ന വാക്കുകളായിട്ടല്ല വന്നത്. And nor silence, എന്നാൽ അതോ നിശബ്ദതയുമായിട്ടല്ല വന്നത് അല്ലെ. എവിടെ നിന്ന് വന്നു, എപ്പോ വന്നു, എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അതിന് വാക്കുകളില്ലായിരുന്നു, അതിന് ശബ്ദമില്ലായിരുന്നു, എന്നാലോ അത് നിശബ്ദതയുമായിട്ടല്ല എന്റെ അടുത്തോട്ട് വന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഫ്രം ദ സ്ട്രീറ്റ് ഐ വാസ് സമ്മോൺഡ്, ഞാൻ സ്ട്രീറ്റിൽ നിന്നപ്പോൾ എന്നെ വിളിക്കപ്പെടുകയായിരുന്നു. അത് സ്ട്രീറ്റിൽ നിന്നാണോ എന്നെ വിളിച്ചത്? സമ്മോൺഡ് മീൻസ് കോൾ ചെയ്യുക, വിളിക്കുക, വിളിക്കപ്പെടുക എന്നൊരർത്ഥത്തിൽ കേട്ടോ. ബട്ട് ഫ്രം ദ സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ നിന്നാണോ എന്നെ വിളിച്ചത് അല്ലെ. സ്ട്രീറ്റിൽ സമ്മോൺഡ്, ഐ വാസ് സമ്മോൺഡ്, ഞാൻ സ്ട്രീറ്റിലായിരുന്നു ആ ടൈമിലാണോ എന്നെ, അവിടെ നിന്നാണോ അത് കോൾ ചെയ്തത്? ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ്, രാത്രിയുടെ ശിഖരങ്ങളിൽ നിന്ന്, രാത്രിയുടെ ശാഖകളിൽ നിന്നാണോ എന്നെ വിളിച്ചത്? ആൻഡ് അബ്രപ്റ്റ്ലി ഫ്രം ദ അതേഴ്സ് അല്ലെ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ കൂട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കൂട്ടത്തിൽ നിന്നും വളരെ പെട്ടെന്നായിരുന്നു, ആ കൂട്ടത്തിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. സൈലന്റ് ആയിരുന്നോ? അല്ല. വോയിസ് ആയിരുന്നോ? വേർഡുകളായിട്ടാണോ? അല്ല. ശബ്ദത്തോടെയാണോ? അതുമല്ല. ഒരു സ്ട്രീറ്റിൽ നിന്നാണോ? അറിയില്ല. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, രാത്രികളുടെ ശിഖരങ്ങളിൽ നിന്നാണോ എന്നെ വിളിച്ചത്? അതും അദ്ദേഹത്തിന് അറിയില്ല. അതോ കൂട്ടത്തിൽ നിന്നും, വളരെ ഒരു കൂട്ടത്തിൽ നിന്നും, അത് മറ്റുള്ളവരുടെ കൂട്ടങ്ങളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് എന്നെ വിളിക്കുകയായിരുന്നു? അതും അദ്ദേഹത്തിന് അറിയുന്നില്ല. എവിടെ നിന്നാണ് എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അതിലെ കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ആണ് വോയിസസ്, സൈലൻസ് ആണ് അതിലെ കോൺട്രാസ്റ്റിംഗ്. വോയിസ് എന്താണ്? നല്ല ശബ്ദം അല്ലെ. സൈലൻസ് എന്താണ്? നിശബ്ദത. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, വോയിസ്, വേർഡ്സ്, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അലിട്രേഷൻസ് ഉണ്ട്. നോ there were no voices എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അലിട്രേഷൻ പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസോണന്റ് സൗണ്ട് ആണ് കേട്ടോ. നമുക്ക് എൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ അസോണൻസ്, റിപ്പീറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട്സ് ആണ്. നോക്കിയേ, നോ, വോയിസസ് കണ്ടോ, there were no words,
നമുക്കിവിടെ അലിട്രേഷൻസ് കാണാം, റിപ്പീറ്റേഷൻ ഓഫ് ദ വോവൽ സൗണ്ട്സ്. ഓക്കെ, ദെൻ മെറ്റാഫർ കാണുന്നുണ്ട്, ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ് നമുക്ക് ഇവിടെ മെറ്റാഫർ ആയിട്ട് ഉപമയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിഷ്വൽ ഇമേജസ്, ബ്രാഞ്ചസ് ഉണ്ട്, നൈറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാഴ്ചകളിൽ കാണാൻ കഴിയുന്ന ഇമേജസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് എമംഗ് വയലന്റ് ഫയേഴ്സ്. ഇനിയും അദ്ദേഹം പറയാണ്, അപ്പൊ എന്നെ വിളിച്ചത് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത് പറയാം, ഞാൻ വിളിക്കപ്പെട്ടത് എമംഗ് വയലന്റ് ഫയേഴ്സ് അല്ലെ, എന്താണ് സമരമുഖങ്ങളിൽ നിന്നാണോ അല്ലെ. ഈ കവിത ഒരു ചെറിയ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ഉണ്ട് കേട്ടോ ഈ കവിതക്ക്. കാരണം അദ്ദേഹം ഈ കൊളോണിസത്തിനെയും അടിച്ചമർത്തലിനെതിരെ ഒരുപാട് പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ഉണ്ട്. അത് വരുന്ന വരികൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ. അതായത് കവിത അദ്ദേഹത്തെ അന്വേഷിച്ച് വന്ന വരികൾ മാത്രമല്ല, ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ആ വരികളാണ് ദ വയലന്റ് ഫയേഴ്സ് അല്ലെ, എന്താണ് സമരമുഖങ്ങളിലെ ആളുകൾ പോരാടുന്ന വയലന്റ് ആയിട്ട് ബഹളം വെക്കുന്ന സമര മുഖങ്ങളിൽ കൂട്ടത്തിൽ നിന്നാണോ കവിത എന്നെ വിളിച്ചത്? ഓർ റിട്ടേണിങ് അലോൺ, ആ സമരമുഖങ്ങൾ കഴിഞ്ഞ് ഞാൻ തനിച്ച് മടങ്ങി വരുമ്പോഴാണോ അത് എന്നെ വിളിച്ചത്? ഓർ ദർ ഐ വാസ് വിത്തൗട്ട് എ ഫേസ്, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എങ്ങനെ? വിത്തൗട്ട് എ ഫേസ്, എനിക്കൊരു മുഖമില്ലായിരുന്നു, എനിക്കൊരു ഫെയിം ഇല്ലായിരുന്നു, എന്നെ ആരും അറിയുന്നില്ലായിരുന്നു, എനിക്ക് ഫേമസോ ഫെയിമോ എനിക്കൊരു മുഖമോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ, അതെന്ത് ചെയ്തു? അതെന്നെ വന്ന് സ്പർശിച്ചു. പറഞ്ഞാല് കവിത എഴുതാനുള്ള സർഗാത്മകത ഈ കവിക്ക് കൈവന്നു എന്നാണ് ഉദ്ദേശം കേട്ടോ, എന്നാണ് ഉദ്ദേശിച്ചത്. അത് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ, ഒരു പേഴ്സണിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പോ അവിടെ അദ്ദേഹത്തിന് ഒരു ഫേസോ, അദ്ദേഹം ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു മുഖമില്ലായിരുന്നു അല്ലെ. ഒരു പാബ്ലോ നെരൂഡ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന് ഒരു ഫേസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഒരു മുഖമില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വന്ന് കവിത സ്പർശിക്കുകയാണ്. കവിത എവിടെ വന്നു എന്നറിയില്ല. സമരമുഖങ്ങളിൽ നിന്നാണോ, അത് അദ്ദേഹം തനിച്ച് പോകുമ്പോഴാണോ, അതോ രാത്രിയുടെ ശിഖരങ്ങളിൽ നിന്നാണോ, സൈലന്റ് ആണോ, അതോ വോയിസസ് ആയിട്ടാണോ, എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫേസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ കവിത അദ്ദേഹത്തെ വന്ന് സ്പർശിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയോടുകൂടി അദ്ദേഹത്തെ എന്തായി? കവിത സ്പർശിച്ചു കഴിഞ്ഞു കേട്ടോ. ആ സർഗാത്മകത അദ്ദേഹത്തിന് കൈവരിച്ചു. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള വരികളൊക്കെ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ പേഴ്സണിഫിക്കേഷൻ ടച്ച്ഡ് മീ, കവിത തൊടുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഒരു സ്വഭാവമാണല്ലോ അല്ലെ. അതുകൊണ്ടാണ് ദെൻ വിഷ്വൽ ഇമേജസ്, ഫയേഴ്സ് ആൻഡ് ഫേസ് അല്ലെ, അത് രണ്ടും നമുക്ക് ഈ ജ്വാല അല്ലെ. ഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഉദ്ദേശിച്ച ഫയർ എന്താണ്? വയലന്റ് ഫയർ എന്താണ്? ആ ഫയറിന് നമ്മുടെ കവിത എഴുതുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീ ഉണ്ടല്ലോ, ആ തീയാണ് ഉദ്ദേശിച്ചത്. കവിത എഴുതാനുള്ള അതിയായ ഉള്ളിലുള്ള ജ്വാല, അതാണ് കേട്ടോ. ദെൻ വയലന്റ് ഫയേഴ്സ്, പൊളിറ്റിക്കൽ അൺറെസ്റ്റ് അല്ലെ, അങ്ങനെ ഒരു മീനിങ് അതിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുക അല്ലെ, അടിച്ചമർത്തലുകെതിരെ പോരാടുന്ന പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ആണ് വയലന്റ് ഫയർ കേട്ടോ. വിത്തൗട്ട് ഫേസ് ഐഡന്റിറ്റി, ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് വിത്തൗട്ട് ഫേസ് കാണിക്കുന്നത് കേട്ടോ. Then I don't know what to say, my mouth had no way with names. I don't know what to say. അപ്പൊ അദ്ദേഹത്തിന് ആ സർഗാത്മക കൈവരിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ആ എക്സ്പീരിയൻസ് ആണ്, എനിക്കറിയില്ല അത് എങ്ങനെ പറയണം, നിങ്ങളോടത് എങ്ങനെയാണ് പറഞ്ഞേണ്ടത് എന്ന് എനിക്കറിയില്ല. I don't know, I did not know what to say. എനിക്ക് അറിയുന്നില്ല അത് എങ്ങനെ അത് പറയണം, എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് അറിയില്ല. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അല്ലെ. വിത്ത് നെയിംസ് അല്ലെ, നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എനിക്കത് എങ്ങനെ അത് പറയണം എന്ന് എനിക്കറിയില്ല. എന്റെ വായ കൊണ്ട് നാമങ്ങളാൽ ഉച്ചരിക്കപ്പെട്ടുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ്. മൈ ഐസ് വർ ബ്ലൈൻഡ്, എന്റെ കണ്ണുകൾ എന്തായിരിക്കുന്നു? ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നു, ഇരുട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, പക്ഷെ എന്റെ ആത്മാവിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയത്തിനുള്ളിൽ എന്തോ പുതുതായിട്ട് എന്തോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, എന്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു കഴിവ് അല്ലെ, എന്തോ ഒന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ്, അത് എങ്ങനെയുള്ളത്? എന്തോ ഒരു ചൂട്, പനി അല്ലെ, പനിയുടെ ചൂട്. ഫേവർ മീൻസ് ഇവിടെ എന്താണെന്ന് അറിയാം? ഫീവർ മീൻസ് ഇവിടെ ഫയർ ആണ് അല്ലെ, ഒരു തീ, ജ്വാല, കവിത എഴുതാനുള്ള ഒരു ജ്വാല, ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ജ്വാല, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. ആൻഡ് ഫോർഗോട്ടൻ മീൻസ്, ഞാൻ മറന്നു വെച്ച് പോയിട്ടുള്ള, ഉള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള, മറന്നു വെച്ചിട്ടുള്ള എന്തോ ഒന്ന് ചിറക് വെച്ച് പറന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ, ഞാൻ എന്റെ മാർഗം, ഞാൻ എന്റെ വഴി എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടെത്തിയിരിക്കുന്നു അല്ലെ. ആൻഡ് ഡിസിഫറിങ് ദാറ്റ് ഫയർ, ഞാനത് നമുക്ക്
നമുക്ക് അറിയാത്തൊരു കാര്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് ഡിസിഫറിങ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഡിസിഫറിങ് ദാറ്റ് ഫയർ, ഞാൻ ആ ഫയർ, ആ ജ്വാല എന്താണ്, എന്നിലുണ്ടായ ആ ജ്വാല, ആ സ്പാർക്ക് അതെന്താണ് അല്ലെ. ഫയർ ഇവിടെ ഒരു സ്പാർക്കാണ് കേട്ടോ, കവിത എഴുതാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്പാർക്ക് അല്ലെ. ആ സ്പാർക്ക് എന്താണെന്ന് ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു, ഞാൻ എന്റെ വഴി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഡിസിഫർ മീൻസ് ആയത്തിൽ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണ്, എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് എന്താണ് എന്ന് ഞാൻ ശ്രമിക്കുകയാണ്. അതെന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കുന്നു, ഞാനത് കണ്ടെത്തിയിരിക്കുന്നു, ആ ജ്വാല എന്താന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ വഴി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിലെ വിഷ്വൽ ഇമേജസ് ആണ് മൗത്ത്, ഐസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ദെൻ അലിട്രേഷൻസ് ഉണ്ട്. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, കണ്ടോ, എസ് 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 അല്ലെ. ഫീവർ, ഫോർഗോട്ടൻ വിങ്സ്, എഫും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. ആൻഡ് മെയ്ഡ് മൈ ഓൺ വേ, അവിടെയൊക്കെ എം വരുന്നുണ്ട് കേട്ടോ. എം ഇവിടെയും അലിട്രേഷൻസ് റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. റിപ്പീറ്റേഷൻ ഓഫ് കൺസേൺസ് ആണ്. ദെൻ അലൂഷൻസ് ആൻഡ് റെഫറൻസ് അല്ലെ. മറ്റൊന്നിൽ നിന്നും ഒരു റെഫറൻസ് എടുക്കുക. നമ്മളൊരു കവിത എഴുതുമ്പോൾ മറ്റൊരാളുടെ കവിതയിൽ നിന്നും റെഫറൻസ് എടുക്കുക. അതിൽ നമ്മൾക്ക് ഇവിടെ വരുന്നത് ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൾ എന്നാണ് ഏതെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഫോർഗോട്ടൻ വിങ്സ് എന്ന് പറയുന്ന ലൈൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഫോർഗോട്ടൻ മറന്നു വെച്ചത് എന്തോ ചിറകടുന്ന് പറന്നു പോകുന്നത് പോലെ അല്ലെ, ചിറക് വെച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആ ഫോർഗോട്ടൻ വിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേളിന് അദ്ദേഹം എടുത്ത റെഫറൻസ് ആണ് കേട്ടോ. ദെൻ വിഷ്വൽ ഇമേജസ് ആണ്, വിങ്സ് ആൻഡ് ഫയർ ആണ് കേട്ടോ. വിഷ്വൽ ഇമേജസ് നമ്മൾ ഈ പോയറ്റിക് ഡിവൈസസുകളൊക്കെ നമ്മൾ ഇങ്ങനത്തെ അപ്രിസിയേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഈ ജോൺ കീറ്റ്സിന്റെ പോയറ്റിക് നൈറ്റിംഗുകളൊക്കെ ഈ റെഫറൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് അവർക്ക് തോന്നും. അപ്പൊ വേറെ ലെവലിൽ മാർക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ വിഷ്വൽ ഇമേജസ്, വിങ്സ്, ചിറകുകള്, ഫയർ, ജ്വാല, ഇതൊക്കെ നമുക്ക് വിഷ്വൽ ഇമേജസ് ആട്ടോ. ടാക്ടിൽ ഇമേജസ് ഉണ്ട്, ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ആ ജ്വാല, ഫീവർ, ആ പനി, ആ ഫയർ, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫയർ ലൈൻ അല്ലെ. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വന്നു അദ്ദേഹത്തിന്റെ വഴി കണ്ടെത്തിയിരിക്കുന്നു, ആ ഫയർ എന്താന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ വരികൾ കുത്തി കുറിച്ചിട്ടിരിക്കുന്നു മക്കളെ. ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയ്ഡ് ലൈൻ. അത് എങ്ങനെയുള്ള വരികളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ദുർബലമായിട്ടുള്ള, ഫൈൻഡ് ആയിട്ടുള്ള, മീൻസ് ആദ്യം അവ്യക്തമായിട്ടുള്ള ദുർബലമായിട്ടുള്ള വരികളാണ് ഞാൻ ആദ്യത്തെ വരികൾ അല്ലെ. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഫൈൻഡ് അല്ലെ, ദുർബലമായത്, വളരെ നേരിയ അവ്യക്തമായിട്ടുള്ള വരികൾ. വിത്തൗട്ട് സബ്സ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് മീനിങ് ഇല്ലാത്ത, ആയത്തിലുള്ള മീനിങ്ങുകൾ ഇല്ലാത്ത വരികൾ. പ്യുവർ നോൺസെൻസ്, അസംബന്ധം, പൂർണ്ണമായിട്ടും വിഡിത്തം എന്ന് പറയില്ലേ, പൂർണ്ണ അസംബന്ധമായിരുന്നു എന്റെ ആദ്യ വരികൾ. ഓർ ചിലപ്പോൾ പ്യുവർ വിസ്ഡം ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്, ചിലപ്പോൾ ഇത് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയുടെ, ഹു നോസ് നത്തിങ്, ഒന്നും അറിയാത്ത ഒരാളുടെ ഒരു വിസ്ഡമായിരിക്കാം. ചിലപ്പോൾ ഭാവനത്തെ നിറഞ്ഞ വളരെ ബുദ്ധിപരമായിട്ടുള്ള ലൈനുകളാവാം ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും എന്തായിരിക്കാം, നോൺസെൻസ് ആയിരിക്കും. ഇവിടെയൊക്കെ കോൺട്രാസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ആദ്യ വരികൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്തായിരുന്നു, ദുർബലമായിട്ടുള്ള വരികളായിരുന്നു അല്ലെ. എന്തായിരുന്നു, പൂർണ്ണമായിട്ടും ദുർബലമായിട്ടുള്ള വരികളായിരുന്നു. പൂർണ്ണമായിട്ടും അതെന്തായിരുന്നു, ഒരു പ്യുവർ നോൺസെൻസ് ആയിരുന്നു അല്ലെ. പൂർണ്ണമായിട്ടും അതൊരു വിഡിത്തമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളെ എഴുതി വെച്ച വളരെ ബുദ്ധിപരമായിട്ടുള്ള വരികളാവാം അതും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്ന അലിട്രേഷൻ ഫസ്റ്റ് ആൻഡ് ഫൈൻഡ് കണ്ടോ, എഫ് അല്ലെ. കോൺട്രാസ്റ്റിംഗ് ഇമേജസ് വരുന്നുണ്ട് കേട്ടോ. കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ഈ ഒരു കവിതയിൽ ഒത്തിരി വരുന്നുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ വോയിസസും സൈലൻസും കണ്ടു. തുടക്കത്തിൽ വിന്റർ റിവർ കണ്ടു, വിന്ററും റിവറും, പിന്നെ വോയിസസ് ആൻഡ് സൈലൻസ് കേട്ടു. ഇപ്പൊ എന്താണ്, നോൺസെൻസ് ആൻഡ് വിസ്ഡം അല്ലെ, വിഡിത്തവും അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം. ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ഇദ്ദേഹം 2-3 ലൈൻസിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് സഡൻലി ഐ സോ ദ ഹെവൻസ് അല്ലെ. പെട്ടെന്ന് അപ്പൊ അദ്ദേഹം എഴുതി തുടങ്ങി. ഇപ്പൊ അദ്ദേഹത്തിന് എന്തായി, കവിത വന്ന് ടച്ച് ചെയ്തു, അദ്ദേഹം എഴുതി തുടങ്ങി, ആദ്യ വരികൾ കുത്തിക്കുറിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ഫീലിങ്സ് ആണ്. സഡൻലി ഐ സോ ദ ഹെവൻസ്, പെട്ടെന്ന് അദ്ദേഹം എന്ത് കണ്ടു, സ്വർഗം കണ്ടു. ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഓപ്പൺ അല്ലെ, അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് എന്ത് കാണുകയാണ്, തുറന്നിടുക. ആൻഡ് ഫാസ്റ്റ് മീൻസ് എന്താന്ന് വെച്ചാല് അൺലോക്ക്ഡ്, മീൻസ് അടച്ചിട്ട് എന്തോ ഒന്ന് തുറക്കുക അല്ലെ. ഓപ്പൺ, അൺഫാസ്റ്റ് ആൻഡ് ഓപ്പൺ, അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വലിയ സ്വർഗം അദ്ദേഹത്തിന് മുമ്പിൽ തുറക്കുകയാണ്. ആ തുറന്ന സ്വർഗത്തിന് മുമ്പിൽ അദ്ദേഹം എന്തൊക്കെ കാണുകയാണ്, അദ്ദേഹത്തിന് മുമ്പിൽ ആ ഒരു ലോകം, കവിത എന്ന് പറയുന്ന ആ വലിയ സ്വർഗം തന്നെ തുറക്കപ്പെടുകയാണ്. അതിൽ അദ്ദേഹം എന്തെല്ലാം കാണുന്നുണ്ട്, പ്ലാനറ്റ്സ് കാണുന്നുണ്ട് അല്ലെ. ഈ ഒരു
ഗോളങ്ങൾ കാണുന്നുണ്ട്, ഗോളങ്ങൾ ഉപഗ്രഹങ്ങൾ നിറഞ്ഞ് നമ്മുടെ പ്ലാനറ്റ് കാണുന്നുണ്ട്. പാൽപ്പിലേറ്റിംഗ് പ്ലാന്റേഷൻ, പാൽപിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാൽപിറ്റേറ്റിംഗ് എന്നാണ് കേട്ടോ. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്ന അല്ലെങ്കിൽ ആടി ഉലയുന്ന പ്ലാന്റേഷൻസ് അല്ലെ, എന്താണ്? തോട്ടങ്ങൾ കാണുകയാണ്. ഷാഡോ പെർഫറേറ്റഡ് റിഡിൽസ് വിത്ത് ആരോസ് അല്ലെ, അതുപോലെ ഷാഡോ കാണുന്നുണ്ട് അല്ലെ. എങ്ങനെ? നിയലുകൾ കാണുകയാണ്. എങ്ങനെയുള്ള നിയലുകളാണ്? സുഷിരങ്ങൾ വീണ. പെർഫറേറ്റഡ് മീൻസ് സുഷിരങ്ങൾ വീണ. എന്തുകൊണ്ടാണ് സുഷിരങ്ങൾ വീണിരിക്കുന്നത്? ആരോസ് അല്ലെ, എന്തുകൊണ്ട്? ആരോ കൊണ്ട്. ആരോ മീൻസ് എന്താണ്? അമ്പുകൾ കൊണ്ട് സുഷിരങ്ങൾ വീണ ഷാഡോ കാണുകയാണ്. ഇനി എന്തെല്ലാം കൊണ്ടാണ് കവിതകൾ രചിക്കപ്പെടുന്ന? റിഡിൽസ് അല്ലെ, കടങ്കഥകൾ അല്ലെ, കടങ്കഥകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെല്ലാം? ഫയർ കൊണ്ട്, ജ്വാല കൊണ്ട്, ഫ്ലവേഴ്സ് കൊണ്ട്, പൂക്കൾ കൊണ്ട്, ആൻഡ് വിൻഡിങ് നൈറ്റ്, ആടിയുലയുന്ന കാറ്റ് കൊണ്ട്, വീശുന്ന രാത്രി കൊണ്ട്, ആൻഡ് ദ യൂണിവേഴ്സ്, എല്ലാം നിറഞ്ഞ ഈ പ്രപഞ്ചം കൊണ്ട് അല്ലെ. അപ്പോ ആരോസ് കൊണ്ടും ഫയർ കൊണ്ടും ഫ്ലവേഴ്സ് കൊണ്ടും വിൻഡിങ് നൈറ്റ്, യൂണിവേഴ്സ് കൊണ്ടെല്ലാം കടങ്കഥകൾ സൃഷ്ടിക്കപ്പെടുന്നത് അദ്ദേഹം അറിയുകയാണ് അല്ലെ. ഐ മീൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും അദ്ദേഹത്തിന് മുമ്പിൽ പല കവിതകളായിട്ട് വരികയാണ് അല്ലെ. എല്ലാം അദ്ദേഹത്തിന് മനോഹരമായിട്ട് വരികയാണ്. ഫ്ലവർ ആവട്ടെ, ഫയർ ആവട്ടെ, ഷാഡോസ്, പ്ലാന്റേഷൻസ്, പ്ലാന്റുകള്, നൈറ്റ്, ഈവൻ യൂണിവേഴ്സ്, ഇത് ഓൾ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഹെവൻ പോലെ, ഒരു അത്ഭുതമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ മാറുകയാണ്. അപ്പൊ അദ്ദേഹം എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ക്രിയേറ്റിവിറ്റി വരികയാണ്, എഴുതാൻ കഴിയുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേട്ടോ. സോ അതിൽ വരുന്ന അലിട്രേഷൻ എന്ന് പറഞ്ഞാല് സഡൻലി എന്ന് പറയുന്നത്, സഡൻലി ഐസോ എന്ന് പറയുമ്പോൾ ഇവിടെ SS എന്ന് പറയുന്ന അലിട്രേഷൻ വരുന്നുണ്ട്. പാൽപിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ PP എന്ന് പറയുന്ന അലിട്രേഷൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ Pയും ഇവിടെ Pയും വരുന്നുണ്ട്. ദെൻ വിഷ്വൽ ഇമേജസുകൾ, ഹെവൻ, പ്ലാനറ്റ്സ്, പ്ലാന്റേഷൻ, ഷാഡോ, ആരോ, ഫയർ, ഫ്ലവേഴ്സ്, നൈറ്റ്, ഇതൊക്കെ നമ്മുടെ കണ്ണുകളിലൂടെ നമുക്ക് വിഷ്വൽ ഇമേജസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ബ്ലൂമിങ് ക്രിയേറ്റിവിറ്റിയാണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫ്ലവർ പറഞ്ഞ പൂക്കളെ കുറിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പൊട്ടിപ്പുറപ്പെടലൊക്കെയാണ് ആ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഫയർ പറഞ്ഞ ഇവിടെ പോയിറ്റിക് സ്പാർക്കാണ് അല്ലെ, കവിത എഴുതാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി, ആ സർഗാത്മകത, ആ ഒരു സ്പാർക്ക് കേട്ടോ. അപ്പൊ ദെൻ ആൻഡ് അൺഫിനിറ്റിസിമൽ ബീയിങ് ഡ്രങ്ക് വിത്ത് എ ഗ്രേറ്റ് സ്റ്റാർ കേട്ടോ. ഈ അൺഫിനിറ്റിസിമൽ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര, അങ്ങേയറ്റം താഴ്ത്തി സംസാരിക്കുക കേട്ടോ. ഒരു വളരെ നിസ്സാരണക്കാരനായിട്ടുള്ള ഞാൻ, ഐ ഡ്രങ്ക് വിത്ത് എ ഗ്രേറ്റ് സ്റ്റാറി വേർഡ് അല്ലെ, എന്താണ്? നക്ഷത്രങ്ങളുടെ ആ ഒരു സ്റ്റാറി വേർഡുകളെ ഞാൻ പാനം ചെയ്യുകയാണ്, കുടിക്കുകയാണ്. ആൻഡ് ലൈക്ക്നെസ് ഇമേജ് ഓഫ് മിസ്റ്ററി അല്ലെ, നിഗൂഢതയുടെ ഒരു പ്രതീകമായിട്ട് ഞാൻ മാറുകയാണ്. എങ്ങനെ? ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദ അബേസ് അല്ലെ, നിഗൂഢത പ്രതീകമായിട്ട് മാറിയ ഞാൻ, എനിക്ക് എന്ത് ഫീൽ ചെയ്യാൻ സാധിച്ചു? പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്യുവർ പാർട്ട് ഓഫ് ദ അബേസ് അല്ലെ. എന്താണ് അബേസ് മീൻസ് പറഞ്ഞാല് അഗാധങ്ങളുടെ ഗർത്തങ്ങളുടെ അഗാധ ഗർത്തങ്ങളും എനിക്ക് എന്ത് ചെയ്യാണ്? പെട്ടെന്ന് ഫീൽ ചെയ്യാണ് അല്ലെ. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാറി വോയിഡ് പറഞ്ഞാൽ ആകാശത്തുള്ള ആ ഒരു ടോപ്പ് മോസ്റ്റും, ഇത് അബേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടുമാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കിട്ടുകയാണ്? ആ മുകളിലുള്ള സ്റ്റാറിനായിട്ട് മുതൽ ഇവിടെ അഗാധ ഗർത്തങ്ങൾ വരെ അദ്ദേഹത്തിന് ഇത്രയും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ഫീൽ ചെയ്യാൻ സാധിക്കും. ടോപ്പ് മോസ്റ്റ് മുതൽ താഴ്ഭാഗം വരെ എന്നാണ് അദ്ദേഹം ആ ഉദ്ദേശിച്ചത് കേട്ടോ. സ്റ്റാറി വോയിഡ് പറയുമ്പോൾ ടോപ്പ് മോസ്റ്റ് ആണ്, അബേസ് എന്ന് പറയുമ്പോ എന്താണ്? ഏറ്റവും താഴ്ഭാഗമാണ് അല്ലെ. അപ്പൊ അഗാധ ഗർത്തത്തിലുള്ള ഒരു പാർട്ടായിട്ട് അദ്ദേഹത്തിന് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദ അബേസ്, അഗാധ ഗർത്തങ്ങളുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിന് സ്വയം ഫീൽ ചെയ്യുകയാണ്. ഐ വീൽഡ് വിത്ത് സ്റ്റാർ, ഞാൻ നക്ഷത്രങ്ങളുടെ കൂടെ എന്ത് ചെയ്യാണ്? യാത്ര ചെയ്യുകയാണ്, സഞ്ചരിക്കുകയാണ്. ഐ വീൽഡ് വിത്ത് സ്റ്റാർ, ഞാൻ നക്ഷത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ഭാവന, ഇമാജിനേഷൻ വേറെ ലെവലിലോട്ട് യാത്ര ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ആൻഡ് മൈ ഹേർട്ട് ബ്രോക്ക്, എന്റെ ഹൃദയം ഇതാ പൊട്ടിയിരിക്കുന്നു. ആൻഡ് ലൂസ് ഓൺ ദ വിൻ, എന്റെ ഹൃദയം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, ഹൃദയം പൊട്ടിയിട്ട് എന്റെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യാണ്? ലൂസ് ഓൺ ദ വിൻഡ്, കാറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, വേറിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം ആ ക്രിയേറ്റിവിറ്റിയുടെ വേറെ ലെവലിലോട്ട് എത്തിയതാണ് ഈ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ? ഇനി ഇവിടെ വരുന്നത് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. എന്താണ് ഈ മിയോസിസ് എന്ന് പറയുന്നതിന് അണ്ടർ സ്റ്റേറ്റ്മെന്റ്? ഈ അണ്ടർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പോയറ്റിക് ഡിവൈസസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പോയറ്റിക് ഡിവൈസസിന്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ അണ്ടർ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അങ്ങേയറ്റം താഴ്ത്തി പറയാ അല്ലെ, അങ്ങേയറ്റം ഉള്ളതിനും അങ്ങേയറ്റം അടിയിലോട്ട് പറയാം. ഇൻഫിനിറ്റിസിമൽ ബീങ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം നിസ്സാരക്കാരനായിട്ടുള്ള എന്നർത്ഥം കേട്ടോ. ദെൻ അലിട്രേഷൻ വരുന്നത് പ്യുവർ
പാർട്ട് പി വരുന്നുണ്ട്. വിഷ്വൽ ഇമേജ് സ്റ്റാറി അബീസ് അഗാധഗർത്തം പറയുമ്പോഴും അതുപോലെ നക്ഷത്ര ഗോളങ്ങളുടെ ആ ഒരു ഇതും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വിഷ്വൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഹൈപ്പർബോൾ അഥവാ ഓവർ സ്റ്റേറ്റ്മെന്റ്. അണ്ടർ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ഓവർ സ്റ്റേറ്റ്മെന്റ്. ആ വീൽഡ് വിത്ത് സ്റ്റാർ, നക്ഷത്രങ്ങളുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുക, അതൊക്കെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. മൈ ഹേർട്ട് ബ്രോ ക്ലോസ് ഓൺ ദി വിൻഡ്, എന്റെ ഹൃദയം പൊട്ടിയിട്ട് അതിങ്ങനെ എന്ത് ചെയ്യാണ്, കാറ്റിലൂടെ ഇങ്ങനെ പാറി പറക്കുകയാണ് അല്ലെ. ആൻഡ് വിഷ്വൽ ഇമേജസ് സ്റ്റാർ ഹാർട്ടൊക്കെ വിഷ്വൽ ഇമേജസ് കിട്ടുന്നുണ്ട്. ടാക്ടൽ ഇമേജസ് വിൻഡ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പോയം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് വലിയൊരു ഇതാണ് പോയത്തിന്റെ അപ്രീസിയേഷൻസ് എഴുതാൻ വരാറുണ്ട് അല്ലെ. പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതാൻ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പോയത്തിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അതിൽ എന്തൊക്കെ വേണം, റൈറ്ററെ കുറിച്ച് വേണം, പോയം അതിന്റെ തീം വേണം, ഇനി റൈമിംഗ് സ്കീം പോയറ്റിക് അല്ലാന്നുണ്ടെങ്കിൽ അത് വേണം, ദെൻ പോയറ്റിക് ഡിവൈസസ് ആഡ് ചെയ്യണം, അതിന്റെ വരികളും അതിന്റെ തീമും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ലാസ്റ്റ് ലൈനപ്പും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. പോയട്രി എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ആട്ടോ. ഈ പോയട്രിയുടെ അപ്രിസിയേഷൻ ആണ്. ദ പോം പോയട്രി ഈസ് റിട്ടൺ ബൈ ദ വെരി ഫേമസ് ചിലിയൻ പോയറ്റ് പാബ്ലോ നെരൂഡ അല്ലെ. ഈ പോം ആരാണ് എഴുതിയിട്ടുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ള ചിലിയൻ പോയറ്റ് പാബ്ലോ നെരൂഡ ആണ് എഴുതിയിട്ടുള്ളത്. ദ എക്സ്റ്റാറ്റിക് ഫീലിംഗ് അല്ലെ, അതിയായ അങ്ങേയറ്റം ഓവർ എക്സൈറ്റ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. ഫീലിംഗ് ദാറ്റ് ദ പോയറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ ഹി വാസ് എംബ്രാസ്ഡ് ബൈ ദ പോയറ്റ് ക്രിയേറ്റിവിറ്റി സെലിബ്രേറ്റ് ഇൻ ദ പോം അല്ലെ. അദ്ദേഹത്തിന് അങ്ങേയറ്റമുള്ള അദ്ദേഹത്തിന്റെ അതിയായിട്ടുള്ള ആഗ്രഹമായിട്ടുള്ള ആ പോയറ്റിക് കഴിവര് അല്ലെ, കവിത എഴുതുക അല്ലെങ്കിൽ കവിയാവുക എന്നുള്ള അതിയായ ആഗ്രഹം, ആ പോയറ്റിക് എക്സ്പീരിയൻസ് അത് അദ്ദേഹത്തിലോട്ട് കൈവരുമ്പോ ഒരു പോയറ്റിക് ക്രിയേറ്റിവിറ്റി, ഒരു പോയറ്റിക് സർഗാത്മകത അദ്ദേഹത്തിലോട്ട് കൈവരുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പോമിലൂടെ. ഓക്കെ, അതാണ് ഇതിന്റെ തീം കേട്ടോ. ആൻഡ് ദിസ് ഈസ് ദ തീം ഓഫ് ദ പോം ആസ് വെൽ. ഇത് തന്നെയാണ് ആ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. ദിസ് പോം ഈസ് കമ്പോസ്ഡ് ഇൻ ദ ഫ്രീ വേഴ്സ് സ്റ്റൈൽ ആട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ റൈമിംഗ് സ്കീം ഒന്ന് ചോദിച്ചു വരുമ്പോൾ ഉണ്ടാക്കി എഴുതാൻ നിൽക്കണ്ട, കാരണം ഇതൊരു ഫ്രീ വേഴ്സ് സ്റ്റൈൽ ആണ് കേട്ടോ. സോ ദാറ്റ് ദ പോം ഡസ് നോട്ട് ഹാവ് എ കൺസിസ്റ്റന്റ് സ്റ്റാൻസ സിസ്റ്റം, മെട്രിക് പാറ്റേൺ ആൻഡ് റൈം സ്കീം. എന്താണ് ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ, അതിനൊരു പ്രത്യേക സ്നാസ സിസ്റ്റം ഉണ്ടാവില്ല. ഒരു 4 സ്നാസ വീണ്ടും ഒരു 4 അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ മീറ്റർ സ്കീം ഒന്നും കറക്റ്റ് ആയിട്ട് അതിന് ഉണ്ടാവില്ല അല്ലെ. അതിന് റൈമിംഗ് സ്കീം ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് നല്ല ടൂണിലൊന്നും വൃത്തിയിൽ നിന്ന് പാടാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിന് റൈം സ്കീമും അതിന്റെ പ്രത്യേക മീറ്റർ പാറ്റേണും സ്റ്റാൻസയും ഒന്നും ഉണ്ടാവില്ല. ഫ്രീ വേഴ്സ് ആയിട്ട് അങ്ങനെ ഇരുന്ന് എഴുതിയേക്കാണ് അല്ലെ. ഓക്കെ, there are 3 stages of the poet's experience depicted in this poem അല്ലെ. ഇതിനൊരു പ്രത്യേക സ്റ്റാൻസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കിതൊരു 3 സ്റ്റേജസ് ആയിട്ട് ഈ പോമിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, അദ്ദേഹം ആ പോം കവിത കൈവരിക്കാൻ ആദ്യമായി ആയിരിക്കുന്ന സമയത്ത് അത് വരുമ്പോൾ അത് എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്ന് അറിയാത്തൊരു സ്റ്റേജ്. 2, അദ്ദേഹത്തിലോട്ട് ആ പോയറ്റ് ടച്ച് ചെയ്ത് അദ്ദേഹത്തിലോട്ട് അത് കൈവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ്. പിന്നെ ഒന്ന്, അദ്ദേഹം അതിയായി അതിന്റെ വേറെ ലെവലിലോട്ട് കയറിപ്പോയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു 3 നമുക്ക് ഈ ഒരു ഇതിലൂടെ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് നോക്കാം. There are 3 stages of the poet experience depicted in this poem അല്ലെ. പോയറ്റിന്റെ ഒരു 3 ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ കാണാം. The period when he wished to become a poet, അദ്ദേഹം ഒരു പോയറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടൈം. when poetry arrived and touched him, പോയട്രി വരികയും അദ്ദേഹത്തെ സ്പർശിക്കുകയും ചെയ്യുകയാണ്. and after the composer his first faint line, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വളരെ ദുർബലമായിട്ടുള്ള വരികൾ അദ്ദേഹം കുത്തിക്കുറിച്ച ടൈം. the poet says that the poetry arrived in search of him and touched him. ആ ടൈം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, പോയട്രി അദ്ദേഹത്തെ തേടി വരികയും അദ്ദേഹത്തെ സ്പർശിക്കുകയും ചെയ്തു. ബട്ട് ഹി ഡസ് നോട്ട് നോ വെർ ഇറ്റ് കെയിം ഫ്രം, വെൻ ആൻഡ് ഹൗ. അത് എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഹി വാസ് എ മാൻ വിത്തൗട്ട് എ ഫേസ് ബിഫോർ ദ അറൈവൽ ഓഫ് ദ പോയട്രി. പോയട്രി അദ്ദേഹത്തിനോട് വരുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു. വിത്തൗട്ട് എ ഫേസ്, അദ്ദേഹത്തിന് ഒരു മുഖമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു. when it touched him he became like a dumb and blind person. അത് പോയട്രി അദ്ദേഹത്തെ ടച്ച് ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെയായി മാറി, ഡംബ് ആൻഡ് ബ്ലൈൻഡ് അല്ലേ, ചെവിയും കണ്ണും ഒന്നും കേൾക്കാത്ത ഒരു മനുഷ്യനായിട്ട് മാറി. but he felt something start in his soul. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്യാൻ സാധിച്ചു,
അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, ആത്മാവിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഹി കുഡ് നോട്ട് നെയിം എക്സാക്ട്ലി വാട്ട് ഇറ്റ് വാസ്. പക്ഷെ അദ്ദേഹത്തിന് അത് എന്താണെന്ന് കറക്റ്റായിട്ട്, അതിന്റെ നാമം കറക്റ്റായിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കില്ല. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ ഫീവർ. അത് എന്തോ ഒരു ചൂട് പോലെ, അല്ലെ, ഒരു പനി പോലെ എന്തോ ഒന്നാണ്. ഫീവർ, പനി, ഇവിടെ എന്തോ ഉദ്ദേശിച്ചത് പോയറ്റിക് പാഷൻ, അല്ലെ, പോയിട്രി എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂട്, അല്ലെ. ഫോർഗോട്ടൺ വിങ്സ്, അത് ഒരു ഫോർഗോട്ടൺ വിങ്സ് പോലെയാണ്. നെയിംലെസ് ഇമോഷൻസ്, അല്ലെ, പറയാൻ കഴിയാത്ത ഇമോഷൻസും, പറയാൻ കഴിയാത്ത അൺനോൺ ആയിട്ടുള്ള എബിലിറ്റീസ്, പറയാൻ കഴിയാത്ത കഴിവുകൾ, അല്ലെ. അതുപോലെ നമുക്ക് പറയാൻ കഴിയാത്ത ഇമോഷൻസ് ഇനിയുമ്പോൾ, അല്ലെ, മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പറയാൻ കഴിയാതെ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകൾ ഉണ്ടാവും, അല്ലെ. അതിനൊക്കെയാണ് ഇവിടെ ഫോർഗോട്ടൺ വിങ്സ് എന്ന് ഉദ്ദേശിച്ചത്. അതെല്ലാം ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഡിസിഫറിങ് ദാറ്റ് പോയറ്റിക് പാഷൻ ഓർ ഫയർ, അല്ലെ, അത് കണ്ടെത്താൻ വേണ്ടി, ആയത്തിൽ അത് കണ്ടെത്താൻ വേണ്ടി ആ പോയറ്റിക് പാഷൻ, ഫയർ ഒക്കെ എന്താ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് ലൈൻസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലൈൻസ് എഴുതി. The lines seemed find and substance free, അല്ലെ. അതെങ്ങനെയായിരുന്നു? ദുർബലമായിരുന്നു, ആയത്തിലുള്ള മീനിങ്ങുകളൊന്നും ഇല്ലാത്തതായിരുന്നു. പ്യുവർ നോൺസെൻസ്, പൂർണ്ണമായും ഒരു വിഡ്ഢിത്തമായിരുന്നു. പ്യുവർ വിസ്ഡം, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു ബുദ്ധിപരമായിട്ടുള്ള ലൈൻസുകളായിരുന്നു. ഓഫ് സമ്മൺ ഹു നോ നത്തിങ്, ഒന്നും അറിയാത്തൊരു വ്യക്തിയുടെ വളരെ വിസ്ഡം, ബുദ്ധിപരമായിട്ടുള്ള ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്യുവർ നോൺസെൻസ് ആവാം. When he wrote his lines, he could suddenly see the heavens open in front of him. ഇനി അദ്ദേഹം വരികൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്തു? അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്വർഗം ഓപ്പൺ ചെയ്തു വരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, അല്ലെ. ഹെവൻ, സ്വർഗം അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു. ഹി കുഡ് സീ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം അദ്ദേഹത്തിന്റെ കവിയുടെ കണ്ണിലൂടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഫ്രം പ്ലാനറ്റ് ടു പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ, അല്ലെ. എന്താണ് പ്ലാന്റ്സ് മുതൽ, അല്ലെ, എന്താണ് പ്ലാനറ്റ് മുതൽ, ഗോളങ്ങൾ മുതൽ താഴെ ഇളകി മറയുന്ന തോട്ടങ്ങൾ വരെ അദ്ദേഹത്തിന് കാണാം. ദോ ഹി വാസ് ആൻ ഇൻഫിനിറ്റിസിമൽ ബീയിങ്. അദ്ദേഹം വളരെ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും, ആൻഡ് ദ സിമിലാരിറ്റി ഓഫ് ദ ഇഗ്നറൻസ്, അല്ലെ, അറിവില്ലായ്മയുടെ ഒരു ഇത് അദ്ദേഹം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി കുഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ സ്റ്റാറി സ്കൈ, അല്ലെ, ആകാശം, നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ആകാശത്തിന്റെ ഭംഗി അദ്ദേഹത്തിന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഫീൽ ഹിംസെൽഫ് ടു ബി എ പാർട്ട് ഓഫ് ദ അബേസ്, അഗാധ ഗർത്തങ്ങളുടെ ഒരു ഭാഗമാവാനും അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹി കുഡ് ട്രാവൽ വിത്ത് ദ സ്റ്റാർസ്, അദ്ദേഹത്തിന് നക്ഷത്രങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ഹേർട്ട് ബിക്കം ആസ് എ ഫ്രീ ആസ് ദ വിൻഡ്, അല്ലെ. അദ്ദേഹത്തിന്റെ ഹൃദയം എങ്ങനെയാണ് ഇപ്പൊ പാറിപ്പറന്ന് നടക്കുന്നത്? കാറ്റ് പോലെ, അല്ലെ. കാറ്റിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് അതിന്റെ ഒരു സമ്മറി ഭാഗം വരുന്നത് കേട്ടോ. ഇത്രയും അതിന്റെ ഒരു സമ്മറി ഭാഗമാണ്. In this poem is in the free verse style, and ഇനി അതിന്റെ poetic devices മറ്റു കാര്യങ്ങളൊക്കെ എഴുതേണ്ട ഒരു പാരഗ്രാഫാണ് കേട്ടോ. This poem is in the free verse style. ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലാണ് ഈ പോം യൂസ് ചെയ്തിട്ടുള്ളത്. പോയട്രി arrived in search of me, പോയട്രി എന്നെ അന്വേഷിച്ചു വന്നു. And it touched me, അത് എന്നെ സ്പർശിച്ചു. is an example of the personification. ഇതെല്ലാം എന്താണ്? പേഴ്സണിഫിക്കേഷൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. The poet doubts whether the poetry came from the winter or a river, or winter poetry എവിടെ നിന്ന് വന്നു? അത് വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിൽ വിന്റർ ഇൻഡിക്കേറ്റ് ദ ഫ്രോസൺ സ്റ്റേറ്റ്, അല്ലെ. തണുപ്പ് എന്താണ്? ഒരു തണുത്ത് മരവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വിന്റർ സീസൺ കാണിക്കുന്നത്. റിവർ ആണെങ്കിലോ ഫ്ലോയിങ് സ്റ്റേറ്റ്, ഒഴുകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ആൻഡ് ദസ് ദ പോയറ്റ് ക്രിയേറ്റ്സ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൺട്രാസ്റ്റ്, അല്ലെ. ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. എക്സ്പ്രഷൻ ലൈക്ക് നോട്ട് വോയിസസ് നോർ സൈലൻസ്, അല്ലെ. വോയിസോ അല്ലെങ്കിൽ സൗണ്ടിലോ അല്ല, നിശബ്ദതയുമല്ല. പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം, അല്ലെ. പൂർണ്ണ വിഡ്ഢിത്തം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുമുള്ള ബുദ്ധിപരമായിട്ടുള്ള റൈറ്റിംഗ്സ്, അല്ലെ. ഫ്രം ദ അതേഴ്സ് ഓർ റിട്ടേണിംഗ് അലോൺ, അല്ലെ. കൂട്ടത്തിൽ നിന്നപ്പോയോ അല്ലെങ്കിൽ തനിച്ചായപ്പോയോ. ആർ ഓൾസോ എക്സാമ്പിൾ ഓഫ് ദ കോൺട്രാസ്റ്റ്. ഇങ്ങനെയുള്ള 4 കോൺട്രാസ്റ്റ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദർ ആർ മെനി ഇൻസ്റ്റൻസ് ഓഫ് ദ അലിട്രേഷൻസ് സച്ച് ആസ്, അലിട്രേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ അലിട്രേഷൻസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അലിട്രേഷൻസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സംതിങ് സ്റ്റാർട്ടർ ഇൻ മൈ സോൾ, അല്ലെ. yes, fever or forgotten, ff. Palpitating, plantation, fire and the flowers, etc. The poem enriched with the various images,
ലൈനുകൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ എക്സെട്ര എന്നതിന് പകരം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മക്കളെ. ദ പോം ഈസ് റിച്ച് ഇൻ വാരിയഡ് ഇമേജസ്. ഇത് മാത്രമല്ല, ഡിഫറെന്റ് ഇമേജസ് അല്ലെ, വിഷ്വൽ ഇമേജസ്, ടാക്ടൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ എന്താണ് വളരെ റിച്ച് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. സോ ഇത്രയുമാണ് ഇതിന്റെ അപ്രിസിയേഷനും അതേപോലെ തന്നെ പോമിന്റെയും എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്രിസിയേഷൻ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മളെ പോം നന്നായിട്ട് അർത്ഥം അറിഞ്ഞ് പഠിക്കുന്ന ആൾക്ക് അപ്രിസിയേഷന് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ കഴിയും. അതിന് നിങ്ങൾ പോം നന്നായിട്ട് മീനിങ് അറിഞ്ഞ് പഠിക്കണം. ഓക്കെ, ഇനി പോം നിങ്ങൾ മീനിങ് അറിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അപ്രിസിയേഷൻ എന്തായാലും ഇരുന്ന് പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു പോയട്രി എന്ന് പറയുന്ന പോമിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും